കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ട അവകാശവാദം ഉന്നയിച്ച് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ്. ബെന്നി ബെഹനാനായി എ ഗ്രൂപ്പും ജോസഫ് വാഴയ്ക്കിനു വേണ്ടി രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടനായി കെ.സി. വേണുഗോപാൽ പക്ഷവും രംഗത്തുണ്ട്. തന്നെ കെപിസിസി അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷും രംഗത്തെത്തിയിട്ടുണ്ട്. ഡിസിസികളിലും സമഗ്ര അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് ഡൽഹിക്ക് പുറപ്പെടും. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ആകെ ഒരു പദവിയാണുള്ളത്, എത്ര നേതാക്കളാണ് രംഗത്തുള്ളത്? അനുജ, സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി, എംഎൽഎമാരായി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിനു ശേഷം വി ഡി സതീശൻ ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമൊക്കെയായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അത് മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഈ സമ്പൂർണ്ണ വിജയം നേടിയതിനു ശേഷമുള്ള പുനഃസംഘടനാ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ വി ഡി സതീശൻ ഈ ദേശീയ നേതൃത്വവുമായി നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് കെപിസിസി അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് നിലവിൽ മന്ത്രിയായി മാറിയ സ്ഥിതിക്ക് പകരം കെപിസിസി അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. കെപിസിസി അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള ചരടുവലി ഗ്രൂപ്പുകൾക്കുള്ളിൽ ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എ വിഭാഗത്തിനായി ബെന്നി ബെഹനാന്റെ പേര് രംഗത്തുണ്ട്. അതായത് എ വിഭാഗം ബെന്നി ബെഹനാന് വേണ്ടി ശക്തമായി വാദിച്ച രംഗത്തുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി തർക്കം മുറുകുന്ന വേളയിൽ ഒരുപക്ഷെ ബെന്നി ബെഹനാൻ കെപിസിസി അധ്യക്ഷനായി വന്നേക്കും എന്നുള്ള ഒരു ഘട്ടം എത്തിയതാണ്. കാരണം അദ്ദേഹമടക്കമുള്ള എ ഗ്രൂപ്പ് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്ന ഘട്ടം ഉണ്ടാകുമ്പോഴാണ് പ്രത്യുപകാരം എന്ന നിലയ്ക്ക് അതിൽ ബെന്നി ബെഹനാനെ നിയമിക്കാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായത് വി ഡി സതീശനാണ്. അപ്പോൾ ആ ആലോചനയിൽ നിന്ന് കെ.സി. വിഭാഗം പിന്മാറിയിട്ടുണ്ട്. പകരം കെ.സി. വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് മാത്യു കുഴൽനാടന്റെ പേരാണ്. മാത്യു കുഴൽനാടന് വേണ്ടിയുള്ള വാദം കെ.സി. വിഭാഗം ശക്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തല ഈ സമവായ നീക്കത്തിലും അനുനയത്തിനും വഴങ്ങിയ രമേശ് ചെന്നിത്തലയാകട്ടെ ജോസഫ് വാഴയ്ക്കിന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജോസഫ് വാഴയ്ക്കിനെ കെപിസിസി അധ്യക്ഷനാക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് തനിക്ക് കെപിസിസി അധ്യക്ഷനാകണമെന്ന അവകാശവാദം എ.സി.സി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. കാരണം പല തവണ ഈ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ച് തഴയപ്പെട്ട ആളാണ് താൻ. മാത്രമല്ല ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നിരവധി നേതാക്കൾ മുന്നോട്ട് വരുന്നു. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് എം.പി ഡൽഹിയിലെത്തി എ.സി.സി നേതൃത്വത്തെ കണ്ട് താൻ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചതായാണ് വിവരം. കാരണം ഈഴവ പ്രാതിനിധ്യം പരിഗണിക്കണമെന്നാണ് കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് ഈഴവ പ്രാതിനിധ്യം പരിഗണിക്കണമെന്നാണ് അടൂർ പ്രകാശ് എം.പിയുടെ ആവശ്യം. ഇത്തരത്തിൽ നിരവധി നേതാക്കൾ കെപിസിസി അധ്യക്ഷ പദവിക്കായുള്ള ചരടുവലികൾ നേതാക്കളും അതുപോലെ അവരുടെ ഗ്രൂപ്പുകളും ആരംഭിച്ചിരിക്കുന്ന ഘട്ടമുണ്ട്. കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് മാത്രമല്ല മാറ്റമുണ്ടാകുക. പുതിയ കെപിസിസി സെക്രട്ടറിമാരെ കണ്ടെത്തണം, ഡിസിസി അധ്യക്ഷന്മാരെ കണ്ടെത്തണം. 7 ഡിസിസി അധ്യക്ഷന്മാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ 5 പേരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതിനാൽ പുതിയ ഡിസിസി അധ്യക്ഷന്മാർ വരണം. സമ്പൂർണ്ണമായി കെപിസിസിയിലും ഡിസിസിയിലും ഒരു പിടിമുറുക്കലിനാണ് കെ.സി. വിഭാഗം ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഇന്ന് വി ഡി സതീശൻ ഡൽഹിയിലെത്തുന്ന വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വി ഡി സതീശൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവായ ചെമ്പഴന്തി അനിലിനായി അദ്ദേഹം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ നേതൃസ്ഥാനങ്ങൾക്കായുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്നത്. കെപിസിസി അധ്യക്ഷനായി 5 നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ചില നേതാക്കൾ എഐസിസി നേതൃത്വത്തേക്ക് നേരിട്ട് കണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മറ്റു ചില നേതാക്കൾക്കായി മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ട്. അങ്ങനെ ഒപ്പം തന്നെ ഡിസിസി അധ്യക്ഷന്മാർ എംഎൽഎമാരായി മാറിയ ഡിസിസി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നതാണ് അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.